Hi students. So നമ്മൾ ഇന്ന് next session start ചെയ്യാണ്. That is Industrial Electronics and PLC യുടെ next session. That is class C, D, E and F type commutations. So last class we have discussed about class A and class B commutation. അപ്പോൾ എന്തായിരുന്നു class A commutation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു ഇൻഡക്ടർ ആൻഡ് ആർ എൽ സി സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എസ് സി ആറിനെ ഓഫ് ചെയ്യുന്ന മെത്തേഡായിരുന്നു. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ ആണെങ്കിൽ തൈറിസ്റ്ററിന് അക്രോസ് ഒരു കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് അതിന് കപ്പാസിറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഓഫ് ആക്കുന്ന ഒരു മെത്തേഡ് ആയിരുന്നു. അപ്പോൾ കമ്മ്യൂട്ടേഷൻ മീൻസ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ടേണിംഗ് ഓഫ് എൻ എസ് സി ആർ. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ക്ലാസ് സി കമ്മ്യൂട്ടേഷന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഡയഗ്രാം. അപ്പോൾ ദർ ഇസ് എ ഡി സി സപ്ലൈ, ദർ ആർ 2 റെസിസ്റ്റേഴ്സ്, 2 തൈറിസ്റ്റേഴ്സ് ആൻഡ് 1 കപ്പാസിറ്റർ. അപ്പോൾ ഇതിന്റെ കണക്ഷൻ അറേഞ്ച്മെന്റ് നോക്കിയേ, ഒരു റെസിസ്റ്ററും ഒരു തൈറിസ്റ്ററും, then again 1 resistor and thyristor, and in between 2 thyristor there is a capacitor. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 2 മെയിൻ തൈറിസ്റ്റേഴ്സ് തന്നെയാണ്, T1 ഉം T2. അപ്പോൾ കോംപ്ലിമെന്ററി കമ്മ്യൂട്ടേഷൻ എന്നാണ് ഇതിനെ പറയാം. ഇങ്ങനെ പറയാൻ കാരണം ഒരു തൈറിസ്റ്റർ ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത തൈറിസ്റ്റർ ഓഫ് ആവും. എഗെയിൻ നമ്മൾ ഇതിനെ ഓൺ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് തൈറിസ്റ്റർ ഓഫ് ആവും. അങ്ങനെ ഒരു കോംപ്ലിമെന്ററി നേച്ചറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് കോംപ്ലിമെന്ററി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് തൈറിസ്റ്റർ T1 ഓൺ ചെയ്യുക. കണ്ടോ, ഫസ്റ്റ് തൈറിസ്റ്റർ T1 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത് നോക്കാം. കറണ്ടിന്റെ പാത്ത് എങ്ങനെ വരിക? ത്രൂ ദിസ് ഡി സി സപ്ലൈ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് ആർ എൽ ആൻഡ് T1 ഫസ്റ്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ത്രൂ ദിസ് T1. അങ്ങനെ ദർ ആർ 2 പാത്ത്സ്. അപ്പൊ ആ പാത്താണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഐ സി ഈക്വൽ ടു എന്തൊക്കെ വരാം? ഐ എൽ പ്ലസ് ഐ സി എന്ന് എഴുതിയിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കറണ്ട്, ലോഡിലേക്ക് കൂടി തൈറിസ്റ്ററിലേക്ക് കൂടിയുള്ള കറണ്ട്. സെക്കൻഡ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഐ സി. ഈ സമയത്ത് തൈറിസ്റ്റർ T1 ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് T1 ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് T2 ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. അല്ലേ? അപ്പൊ ഈ സമയത്ത് കപ്പാസിറ്റർ മാക്സിമം ചാർജ് ആവും അല്ലെ? എത്രയാണോ സപ്ലൈ വോൾട്ടേജ് ആ സപ്ലൈയിലേക്ക് കപ്പാസിറ്റർ മാക്സിമം ചാർജ് ആയിട്ട് ഈ പ്ലേറ്റ്, അതായത് റൈറ്റിൽ വരുന്ന ഈ പ്ലേറ്റ് പ്ലസും ലെഫ്റ്റിലെ ഈ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജസും ആയിട്ട് ഇങ്ങനെ ചാർജ് ആവും. ഇനി സെക്കൻഡ് തൈറിസ്റ്ററിനെ നമ്മൾ ആ ഒരു മൊമെന്റിൽ സെക്കൻഡ് തൈറിസ്റ്ററിന് ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് തൈറിസ്റ്ററിനെ ഓൺ ചെയ്യാം. സെക്കൻഡ് തൈറിസ്റ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് പൊളാരിറ്റി, ഓക്കെ, ഈ പോസിറ്റീവ് പൊളാരിറ്റി ഇതിലേക്കൂടെ ഈ തൈറിസ്റ്ററിന്റെ കാഥോഡിലേക്കും ഈ നെഗറ്റീവ് പൊളാരിറ്റി തൈറിസ്റ്ററിന്റെ ആനോഡിലേക്കും റിവേഴ്സ് ആയിട്ട് എപ്പിയർ ചെയ്യും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി തൈറിസ്റ്റർ T1 ഓഫ് ആയി പോകും. അപ്പോൾ അതിനുശേഷം തൈറിസ്റ്റർ T1 ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, T2 എന്തായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. ഈ സമയത്ത് ഇനി എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക? കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് വെച്ചാൽ ത്രൂ ദിസ് ഡി സി സപ്ലൈ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് കപ്പാസിറ്റർ ത്രൂ T2 ടു ബാക്ക് ടു സപ്ലൈ. ആൻഡ് നെക്സ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറിലേക്ക് കൂടെ വന്നിട്ട് T2ലേക്ക് കൂടി വരും. ഇനി കപ്പാസിറ്ററിലേക്ക് കൂടി തൈറിസ്റ്റർ T2ലേക്ക് കൂടിയായിരിക്കും ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്തും എന്ത് സംഭവിക്കും? ഈ കപ്പാസിറ്റർ നേരെ റിവേഴ്സ് ആയിട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങും അല്ലെ? അപ്പൊ ഈ പ്ലേറ്റ് ആയിരിക്കും പ്ലസ് വരിക, സെക്കൻഡ് പ്ലേറ്റ് ആയിരിക്കും നെഗറ്റീവ് വരിക. അപ്പൊ കപ്പാസിറ്റർ എന്ത് ചെയ്യും? മാക്സിമം ചാർജ് ആയി കഴിഞ്ഞാൽ തൈറിസ്റ്റർ T1 ഓൺ ചെയ്യാം. തൈറിസ്റ്റർ T1 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ T1 ഷോർട്ട് സർക്യൂട്ട് ആകും. സോ ദിസ് പ്ലസ് പൊളാരിറ്റി ആക്ട് ആസ് റിവേഴ്സ് ടു ദിസ് തൈറിസ്റ്റർ T2 ആൻഡ് T2 ബിക്കം ഓഫ്. ഓക്കെ, അപ്പൊ ഒരു തൈറിസ്റ്റർ ഓൺ ചെയ്യുമ്പോൾ അടുത്തത് ഓഫ് ആവും. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് തൈറിസ്റ്ററിന് ഇടയിൽ കിടക്കുന്ന ഈ കപ്പാസിറ്റർ ആണ്. ഈ കപ്പാസിറ്റർ ചാർജ് ആയിട്ട് അത് അടുത്ത തൈറിസ്റ്ററിന് റിവേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓൺ ആൻഡ് ഓഫ് മെത്തേഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് കപ്പാസിറ്റർ ദാറ്റ് മേക്സ് തൈറിസ്റ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി ഓൺ ആൻഡ് ഓഫ്. അപ്പൊ നമുക്ക് ഇതിന്റെ മോഡ് നോക്കാം. അതായത് ഫസ്റ്റ് രണ്ട് മോഡായിട്ട് കൊടുത്തിരിക്കുന്നത് T1 ഓൺ ആവുന്നതും T2 ഓൺ ആവുന്നതാണ്. അപ്പൊ T1 ഓൺ ആകുമ്പോഴുള്ള കറണ്ടിന്റെ പാത്ത് ഇവിടെ മാർക്ക് ചെയ്തതാണ്. ബാറ്ററിന്ന് ആറിലേക്ക് കൂടെ വന്നിട്ട് T1ലേക്ക് കൂടെ വരും. നെക്സ്റ്റ് വെച്ചാൽ ബാറ്ററിന്ന് R2ലേക്ക് കൂടെ വന്നിട്ട് സിയിലേക്ക് കൂടെ വന്നിട്ട് T1ലേക്ക് വരും. അത് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2 ഓൺ ചെയ്യുക. T2 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എങ്ങനെ പോവുക? ബാറ്ററിന്ന് R1ലേക്ക് കൂടെ വന്നിട്ട് സിയിലേക്ക് കൂടെ വന്നിട്ട് T2ലേക്ക് കൂടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ അടുത്ത കറണ്ട് എന്ന് വെച്ചാൽ ബാറ്ററിന്ന് R2ലേക്ക് കൂടെ വന്നിട്ട് T2ലേക്ക് കൂടി. അപ്പൊ രണ്ട് മോഡ്, രണ്ട് തൈറിസ്റ്റേഴ്സ് ഓൺ ആകുമ്പോൾ കറണ്ടിന്റെ പാത്ത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് ആണിത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ വർക്കിംഗ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ വേവ് ഫോംസ് നോക്കാം. ഇതിന്റെ വേവ് ഫോംസ് നോക്കുമ്പോൾ എങ്ങനെയാ വരിക? ബാറ്ററി സപ്ലൈ ആണ്, റെസിസ്റ്റേഴ്സ്, 2 റെസിസ്റ്റേഴ്സ്, 2 തൈറിസ്റ്റേഴ്സ് ആൻഡ് 1 കപ്പാസിറ്റർ.
അല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ വേവ് ഫോംസ് വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആക്സിസ് മാർക്ക് ചെയ്യുക. ആക്സിസ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണോ മാർക്ക് ചെയ്യേണ്ടത് അതൊക്കെ മാർക്ക് ചെയ്യുക അല്ലെ. IG1 എന്ന് പറഞ്ഞാൽ ഗേറ്റ് കറന്റ് ടു ദ തൈറിസ്റ്റർ 1, IG2 ഗേറ്റ് കറന്റ് ടു തൈറിസ്റ്റർ 2, this IT1 current through thyristor 1, VT1 voltage across thyristor 1, IT2 പറഞ്ഞാൽ T2 ലേക്ക് കൂടിയുള്ള കറണ്ട് തൈറിസ്റ്റർ 2 ലേക്ക് കൂടിയുള്ളത്, VT2 വോൾട്ടേജ് അക്രോസ് തൈറിസ്റ്റർ 2 ആൻഡ് IL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡിലേക്ക് കൂടിയുള്ള കറണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ഇതിവിടേക്ക് ഒരു പൾസ് അപ്ലൈ ചെയ്യുക കണ്ടോ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്, ഷോർട്ട് ഡ്യൂറേഷൻ പൾസ്, ദാറ്റ് ഈസ് ഗേറ്റ് പൾസ് ടു ദി തൈറിസ്റ്റർ 1. അപ്പൊ ഇവിടെ ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് 2 എന്താണ്, ഒന്നുമില്ല, അതുകൊണ്ട് അത് ബ്ലാങ്ക് ആണ്. ഇനി ഓരോ പാരാമീറ്റേഴ്സ് മാർക്ക് ചെയ്യുക. ഇതിവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിലേക്ക് കൂടി T1ലേക്ക് അല്ലെ. അപ്പൊ അതൊരു റെസിസ്റ്റീവ് നേച്ചർ ആയിട്ടുള്ള കറണ്ട് ആണ്. പിന്നെ അടുത്ത കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ R2Cയിലേക്ക് കൂടി T1ലേക്ക് അല്ലെ, അതൊരു RC നേച്ചർ കപ്പാസിറ്റീവ് കറണ്ട് ആണ് വരുന്നത്. അപ്പൊ ഒരു റെസിസ്റ്റൻസ് കറണ്ടും ഒരു കപ്പാസിറ്റൻസ് കറണ്ടിനും കൂടെ സമ്മാണ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ IT1ലേക്കുള്ള കറണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കേർവ്ഡ് ഷേപ്പ് വരച്ചിട്ട് ദെൻ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വരക്കാം. ഈ കേർവ്ഡ് ഷേപ്പ് ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റീവ് നേച്ചർ ആണ്. കപ്പാസിറ്റർ മാക്സിമം ചാർജ് ആയി കഴിഞ്ഞാൽ കറണ്ട് 0 ആണ്. പിന്നെ അതിലേക്കൂടിയുള്ള കറണ്ട് എന്ന് വെച്ചാൽ റെസിസ്റ്ററിലേക്ക് കൂടിയുള്ള കറണ്ട് മാത്രമാണ്. സോ അതിനുശേഷമാണ് കപ്പാസിറ്റർ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റർ കറണ്ട് മാത്രമാണ്. സോ അതിനൊരു കോൺസ്റ്റന്റ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ സമയത്ത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്, 0 ആണ്. സോ VT1 0 ആണ്. ഇനി IT2 തൈറിസ്റ്റർ 2ലേക്ക് കൂടി ഈ സമയത്ത് കറണ്ട് ഇല്ല. അപ്പൊ VT2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അക്രോസ് വരുന്നത് സപ്ലൈ എന്താണ്, ഈ കപ്പാസിറ്റർ ആണ്. അതായത് കപ്പാസിറ്ററിലേക്ക് വെച്ചാൽ ഈ മാക്സിമം ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടെ സ്റ്റോർ ആയി കിടക്കുന്നത്. അപ്പൊ ആ വോൾട്ടേജ് ആയിരിക്കും തൈറിസ്റ്റർ 2 അക്രോസ് വരുന്നത്. ലോഡിലേക്ക് കൂടിയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോഡ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറണ്ട് മാത്രമാണ് അല്ലെ. അതായത് ഈ EDC ഡിവൈഡ് ബൈ R1, ഈ ഒരു കറണ്ടാണ് ഇതിലേക്ക് കൂടി ലോഡിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്നത്. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ, റെസിസ്റ്റീവ് നേച്ചർ അല്ല. സോ അതിനൊരു കോൺസ്റ്റന്റ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇൻസ്റ്റന്റിൽ T2നെ ഓൺ ചെയ്യുക. T2നെ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ഗേറ്റ് പൾസ് 2 IG2ല് ഒരു പൾസ് മാർക്ക് ചെയ്യുക, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ പൾസ്. ഇപ്പൊ T2 എപ്പോഴാണോ ഓൺ ആവുന്നത് ആ സമയത്ത് എന്ത് സംഭവിക്കും, T1 ഓഫ് ആവും അല്ലെ. ഈ കപ്പാസിറ്റർ വോൾട്ടേജ് ഇതിന് അക്രോസ് റിവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സോ T1 ഓഫ് ആവും. T1 ഓഫ് ആയി കഴിഞ്ഞാൽ IT1 0 ആയിരിക്കും. സോ ദെൻ ആഫ്റ്റർ ദിസ് ഗേറ്റ് പൾസ് 2 T1ൽ കറണ്ട് ഓഫ് ആയിരിക്കും. ദെൻ T1 അക്രോസിലെ വോൾട്ടേജ് എന്തായിരിക്കും, ഈ വോൾട്ടേജ് T1 അക്രോസ് റിവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. സോ VT1ലെ വോൾട്ടേജ് ഇനി നെഗറ്റീവ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അത് റിവേഴ്സ് വോൾട്ടേജ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ സമയത്ത് T2ലേക്ക് കൂടിയുള്ള കറണ്ട് എന്തായിരിക്കും, T2ലേക്ക് കൂടിയുള്ള കറണ്ട് എന്ന് വെച്ചാൽ കറണ്ട് ത്രൂ ദിസ് R1C ആൻഡ് കറണ്ട് ത്രൂ ദിസ് R2. ഇപ്പോൾ റെസിസ്റ്റർ കറണ്ട് പ്ലസ് കപ്പാസിറ്റർ കറണ്ട്. സോ ആ ഒരു നേച്ചറിൽ വരക്കുക, ഇങ്ങനെ ബെൻഡ് ആയിട്ട് വരക്കുക. ഓക്കെ, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും, VT2 ഇത് ഓൺ ആണ്. സോ വോൾട്ടേജ് 0 ആണ്. ഇനി ലോഡിലേക്ക് കൂടിയുള്ള കറണ്ട് എന്താണ്, ലോഡിലുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് RC കറണ്ട് ആണ്, ലോഡിലേക്ക് കൂടിയുള്ള കറണ്ട്. സോ ഇതിനൊരു RC നേച്ചറിലുള്ള കറണ്ട് മാർക്ക് ചെയ്യാം. ദെൻ ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ആയി കഴിഞ്ഞാൽ മാക്സിമം ചാർജ് ആയി കഴിഞ്ഞാൽ കറണ്ട് എന്തായി മാറും, 0 ആയി മാറും. കണ്ടോ, കപ്പാസിറ്റർ കറണ്ട് ആണ് ലോഡ് കറണ്ട്, സെയിം അല്ല. ഈ ലോഡ് കറണ്ട് തന്നെയാണ് കപ്പാസിറ്റർ കറണ്ട് അല്ലെ. അപ്പൊ കപ്പാസിറ്റർ മാക്സിമം ചാർജ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് കറണ്ട് ഇങ്ങനെ മിനിമത്തിൽ വരും. കറണ്ടും വോൾട്ടേജും ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ കറണ്ട് 0 ആവും. കപ്പാസിറ്റർ കറണ്ട് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, തൈറസ്റ്ററിലേക്കുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഒരു കറണ്ട് മാത്രമേ തൈറസ്റ്ററിലേക്ക് കൂടി വരുന്നുള്ളൂ. കണ്ടോ, അപ്പോൾ കപ്പാസിറ്ററിൽ ഇങ്ങനെ വന്നിട്ട് കപ്പാസിറ്റർ കറണ്ട് 0 ആയി. സോ ഇനി റിമൈനിങ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ R2 മാത്രമാണ്. അപ്പൊ അതിനെ കോൺസ്റ്റന്റ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ സമയത്ത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും, ആദ്യം ഇതിന് റിവേഴ്സ് വോൾട്ടേജ് ആയിരുന്നു വന്നിരുന്നത്. കണ്ടോ, ഈ റിവേഴ്സ് വോൾട്ടേജ് ഇനി എന്തായിരിക്കും, നേരെ മാക്സിമത്തിലേക്ക് പോകും അല്ലെ. കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആസ് വോൾട്ടേജ് അക്രോസ് T1 തന്നെയായിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് നെഗറ്റീവ് VS ടു മാക്സിമത്തിലേക്ക് പോകുന്ന സമയത്ത് കറണ്ട് 0 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇനി നെക്സ്റ്റ് ഈ തൈറസ്റ്ററിന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗൈൻ T1നെ ഓൺ ചെയ്യാം. കണ്ടോ, ഈ ഒരു സമയത്ത് T1 ഓൺ ചെയ്തു. T1 ഓൺ ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന്റെ ഈ പൊളാരിറ്റി ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് അല്ലെ. ഇതിന് അക്രോസ് ആയിട്ട് വരും. T2ന് അക്രോസ് ആയിട്ട് റിവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാം. കണ്ടോ, T2ന് അക്രോസ് റിവേഴ്സ് ആയിട്ടാണ് വരിക. ആ സമയത്ത് T2 ഓഫ് ആയി പോകും. ഇനി അഗൈൻ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. എന്താണ്, VT2 ഇവിടെ ഉണ്ടോ, ഇവിടെ -2 പ്ലസിലേക്ക് ചാർജ് ആയിട്ടില്ലേ, അതുപോലെ ഇനി ഇതിന് അക്രോസ് ആയിരിക്കും -2 പ്ലസിലേക്ക് ചാർജ് ആവുന്നത്. ഈ സമയത്ത് തൈറസ്റ്റർ ഓഫ് ആയി കഴിഞ്ഞാൽ തൈറസ്റ്ററിലേക്ക് കൂടി കറണ്ട് ഇല്ല. ദെൻ VT1 തൈറസ്റ്റർ 1 ഓൺ ആയതുകൊണ്ട് ഇതിന് അക്രോസ് 0 വോൾട്ട് ആണ്. തൈറസ്റ്റർ 1ലേക്ക് കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മാർക്ക് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഇതിന്റെ വേവ് ഫോംസ് വരുന്നത്. ഇപ്പൊ 2 ഗേറ്റ് പൾസ് മാർക്ക് ചെയ്യുക, ആ ഇൻ ബിറ്റ്വീൻ ഡ്യൂറേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആ വരുന്നത് എന്നുള്ളത് ഓരോ പാരാമീറ്റേഴ്സിലും മാർക്ക് ചെയ്യാം. അപ്പൊ ദിസ് ഈസ് കോംപ്ലിമെന്ററി കമ്മ്യൂട്ടേഷൻ. ദാറ്റ് മീൻസ് വൺ തൈറിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് തൈറിസ്റ്റർ ഓഫ് ആവും ആൻഡ് റിവേഴ്സ് അതുപോലെ.
അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കോംപ്ലിമെന്ററി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഈസ് വാട്ട്? ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ. ദിസ് ഈസ് നോൺ ആസ് ഓക്സിലറി കമ്മ്യൂട്ടേഷൻ. ഓക്സിലറി കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is one main thyristor T1 and there is an auxiliary thyristor TA. Then capacitor, diode D and inductor L. Okay, ഈ ഒരു സർക്യൂട്ട് ആണ് കമ്മ്യൂട്ടേറ്റിംഗ് സർക്യൂട്ട് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. Then there is a load. Then അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇനീഷ്യലി അസ്യൂം ചെയ്യുക 2 തൈറസ്റ്റേഴ്സ് ഓഫ് ആണെന്ന് അസ്യൂം ചെയ്യുക. T1 ഓഫ്, TA ഓഫ്. ദെൻ കപ്പാസിറ്റർ വോൾട്ടേജ് മാക്സിമത്തിൽ ചാർജ് ആയി കിടക്കുകയാണെന്നും അസ്യൂം ചെയ്യാം. ഇതാണ് 2 ഇനീഷ്യൽ കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 തൈറസ്റ്റേഴ്സ് ഓഫ് ആണ്, കപ്പാസിറ്റർ സി മാക്സിമം VS ചാർജ് ആയി കിടക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? കപ്പാസിറ്റർ കറണ്ട് പ്ലസ് VS ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മെയിൻ തൈറസ്റ്ററിനെ ഓൺ ചെയ്യുക. T1 ഓൺ ചെയ്യുക. T1 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കറണ്ട് ഫ്ലോ ചെയ്യാം? T1 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്ലൈയിലേക്ക് കൂടെ കറണ്ട് ഇങ്ങനെ വന്നിട്ട് തൈറസ്റ്റർ 1 വഴി ലോഡിലേക്ക് പോകാം. ഒരു ലോഡ് കറണ്ട് IL T1 കൂടെ ഫ്ലോ ചെയ്യും. പിന്നെ ഏത് വരാം? ഈ ഫുള്ളി ചാർജ് ആയി കിടക്കുന്ന ഈ കപ്പാസിറ്റർ ഇത് ഓൺ ആയ സ്ഥിതിക്ക് ഇതിലേക്ക് കൂടെ വന്നിട്ട് ഇൻഡക്ടർ ആൻഡ് ഡയോഡ് ഈ ഒരു പാത്തിലേക്ക് കൂടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ there are 2 currents through this thyristor 1, that is IC and I0. 2 കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ ഇങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് എന്ത് സംഭവിക്കും? മാക്സിമം കറണ്ട് ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്ത് കപ്പാസിറ്റർ ഇതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് ചാർജ് ആവും അല്ലെ. ഈ പ്ലസ് VS എന്തായി മാറും? മൈനസ് VS ആയി മാറും. കേട്ടോ, കപ്പാസിറ്ററിലുള്ള കറണ്ടിന്റെ നേച്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. പറഞ്ഞു എപ്പോഴും ഒരു സിനുസോയിഡൽ നേച്ചർ ആയിരിക്കും അല്ലെ. ഇതൊരു LC സർക്യൂട്ട് അല്ലേ. LC സർക്യൂട്ടിന്റെ കറണ്ടിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിനുസോയിഡൽ നേച്ചർ ആയിരിക്കും. കണ്ടോ, കപ്പാസിറ്റർ മാക്സിമത്തിലേക്ക് പോയി ദെൻ മിനിമത്തിലേക്ക് വന്നു. ആ സമയത്ത് കപ്പാസിറ്റർ അക്രോസിലെ വോൾട്ടേജ് എന്തായി മാറി? നേരെ റിവേഴ്സ് ആയി മാറി. പ്ലസ് VS ആയിരുന്നത് എന്തായിട്ട് മാറി? മൈനസ് VS ആയിട്ട് മാറി. പ്ലേറ്റിന്റെ പൊളാരിറ്റി നേരെ റിവേഴ്സ് ആയി. ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ പ്ലസ് വന്നു. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഈ സമയത്തിൽ അടുത്ത വേവ് ഫോംസ് നമുക്ക് നോക്കാം. ഈ വേവ് ഫോംസ് സർക്യൂട്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തൈറസ്റ്റർ ഓൺ ആയി കിടക്കുന്ന കണ്ടീഷനാണ് പറയുന്നത്. ആ സമയത്ത് തൈറസ്റ്ററിലേക്ക് കൂടി ഒരു കറണ്ട് നോക്കാം. ലോഡിലേക്ക് കൂടി ഒരു കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, I0. കപ്പാസിറ്ററിലുള്ള കറണ്ട് എങ്ങനെയായിരുന്നു? കപ്പാസിറ്റർ കറണ്ട് മാക്സിമം ടു മിനിമം വന്നു. ദെൻ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ 0 കിടക്കും അല്ലെ. അപ്പൊ തൈറസ്റ്റർ കറണ്ട് വെച്ചാൽ സം ഓഫ് ലോഡ് കറണ്ട് ആൻഡ് കപ്പാസിറ്റർ കറണ്ട് ആണ്. അപ്പൊ ഇതിലേക്കൂടിയുള്ള കറണ്ട് I0, കപ്പാസിറ്ററിന്റെ ഇവിടുത്തെ മാക്സിമം വാല്യൂ നമുക്ക് IP എന്ന് മാർക്ക് ചെയ്യാം. അതാണ് ഇവിടെ I0 പ്ലസ് IP എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോഡ് കറണ്ടും ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ കറണ്ട് അല്ല തൈറസ്റ്റർ കറണ്ട് കിട്ടി. കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ഇതിലേക്കൂടെ ഇങ്ങനെ മാക്സിമം അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് റിവേഴ്സ് പൊളാരിറ്റിയിലേക്ക് വരും അല്ലെ. ആ സമയത്ത് കപ്പാസിറ്റർ കറണ്ട് 0 ആയി പോയിരുന്നു. അപ്പൊ അതിനുശേഷം തൈറസ്റ്റർ 1 കൂടി ഓൺലി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോഡ് കറണ്ട് മാത്രമാണ്. അപ്പൊ അതാണ് ഇവിടെ I0 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇതിനെ ഓഫ് ചെയ്യണം. ഇതിനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിനെ ഓൺ ചെയ്യാം. ഓക്സിലറി തൈറസ്റ്ററിനെ ഓൺ ചെയ്യണം. ഈ ഡ്യൂറേഷനിൽ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഓക്സിലറി തൈറസ്റ്ററിനെ ഓൺ ചെയ്തു. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊരു ഇവിടെ ഷോർട്ട് ആയിട്ട് ആക്ട് ചെയ്തു അല്ലെ. ഷോർട്ട് ആയിട്ട് ആക്ട് ചെയ്തു. ഇവിടുത്തെ പൊളാരിറ്റി ഇവിടെ പ്ലസ് ആയി വന്നിരുന്നു. ഇവിടെ എന്താണ്? മൈനസ് ആണ്. അല്ല, ഇവിടെ കപ്പാസിറ്റർ നേരെ റിവേഴ്സിലേക്ക് ചാർജ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ മൈനസ് ഇതിന്റെ ആനോഡിലേക്കും ഈ പ്ലസ് ഇതിന്റെ കാഥോഡിലേക്കും വരും. അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും. കണ്ടോ, ഇവിടെ നമ്മൾ ഇത് കൊടുക്കുന്ന ഈ മൊമെന്റില് എന്ത് സംഭവിക്കും? തൈറസ്റ്റർ 1 ഓഫ് ആയി പോകും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഈ കപ്പാസിറ്റർ വോൾട്ടേജ് ഇതിനെ റിവേഴ്സ് ബയാസ് ചെയ്തു. കണ്ടോ, ലോഡ് കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എപ്പോഴും മാർക്ക് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിച്ചു? തൈറസ്റ്റർ 1 കൂടിയുള്ള കറണ്ട് 0 ആയി മാറി. ഇനി എന്താ സംഭവിക്കുക? ഇനിയിപ്പോ കപ്പാസിറ്ററിന്റെ പൊളാരിറ്റി ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ വേറൊരു പാത്ത് കിട്ടി. എന്താണ്? കപ്പാസിറ്ററിലുള്ള ഈ പ്ലസിലേക്ക് കൂടെ വന്നിട്ട് കറണ്ട് ഓക്സിലറി തൈറസ്റ്റർ വഴി വന്നിട്ട് ലോഡ് വഴി വന്നിട്ട് ഇങ്ങനെ വരും അല്ലെ. അപ്പൊ കപ്പാസിറ്റർ കറണ്ട് ആദ്യം ഫ്ലോ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പൊ ഫ്ലോ ചെയ്യുന്നത്. ഇതിലേക്കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ലോഡ് കറണ്ട് ആണ്. ലോഡ് കറണ്ട് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോൺസ്റ്റന്റ് ലോഡ് കറണ്ട് ആണ് എനിക്ക് കപ്പാസിറ്ററിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്നത്. അതും റിവേഴ്സ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് കപ്പാസിറ്ററിന് അക്രോസിലുള്ള കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ലോഡ് കറണ്ട് തന്നെ മാർക്ക് ചെയ്യാം. ലോഡ് കറണ്ട് എന്തായിരുന്നു? I0 ആയിരുന്നു. അതിങ്ങനെ മൈനസ് ഇതായിട്ട് മാർക്ക് ചെയ്യുക, റിവേഴ്സിൽ മാർക്ക് ചെയ്യുക. ഇനി വീണ്ടും കപ്പാസിറ്റർ എന്ത് സംഭവിക്കും? റിവേഴ്സ് ആയിട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങും അല്ലെ. മൈനസ് VS കടന്ന് എന്താണ്? ഈ മൈനസ് VS കടന്ന് കപ്പാസിറ്ററിന് നേരെ റിവേഴ്സ് ആയിട്ട് പ്ലസ് VS വരും. അപ്പൊ കപ്പാസിറ്റർ മാക്സിമം പ്ലസ് VS ചാർജ് കഴിഞ്ഞാൽ ഇതിലേക്കൂടിയുള്ള കറണ്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഓക്സിലറി തൈറസ്റ്റർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും. കണ്ടോ, അവിടെ TA ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി. അപ്പൊ ഇനി കപ്പാസിറ്റർ കറണ്ടും 0 ആയി മാറി. കപ്പാസിറ്റർ കറണ്ടും 0 ആയി, തൈറസ്റ്റർ 1 കൂടിയുള്ള കറണ്ടും 0 ആയി. രണ്ടും 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ലോഡ് കറണ്ടും ഓട്ടോമാറ്റിക്കലി 0 ആയി.
അപ്പോൾ ദിസ് ഈസ് ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ. ഇതിന് ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ അല്ലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നും കൂടെ പറയും. അപ്പോൾ ഇതിൽ മെയിൻ തൈറിസ്റ്ററിനെ നമ്മൾ ഓൺ ചെയ്യുക, ദെൻ ഈ കമ്മ്യൂട്ടേറ്റിംഗ് സർക്യൂട്ട് വെച്ചിട്ട് ഇതിനെ ഓഫ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇതിനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഓഫ് ചെയ്യുക. അപ്പോഴേക്കും കപ്പാസിറ്റർ ഇങ്ങനെ ഓപ്പോസിറ്റിലായിട്ട് ഇങ്ങനെ ചാർജ് ആൻഡ് ഡിസ്ചാർജ് ആയിക്കൊണ്ടേയിരിക്കണം. Okay, so this is class D commutation. It is known as impulse commutation or auxiliary commutation or parallel plate capacitor. Okay. Next type is what? This is the working of class D commutation. Okay. അപ്പോൾ ഇതിൽ ഞാൻ ഓരോ കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈസ് ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ. ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ ഈസ് വാട്ട്? എക്സ്റ്റേണൽ കമ്മ്യൂട്ടേഷൻ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടിലും ഓട്ടോമാറ്റിക്കലി അതിനുള്ളിലുള്ള കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് ആയിരുന്നു ഒരു തൈറിസ്റ്ററിനെ ഓഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സ്റ്റേണലി ഒരു പൾസ് കൊടുക്കണം. ആ പൾസ് ആയിരിക്കണം നമ്മുടെ തൈറിസ്റ്ററിനെ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു DC സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഒരു തൈറിസ്റ്റർ ഉണ്ട്, ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്. ദെൻ ഇവിടെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറിസ്റ്ററിന് അക്രോസ് നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്യണം ഇതിനെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മേ ബി ഒരു ട്രാൻസിസ്റ്റർ ആകാം, ഇവിടെ നമ്മളൊരു പൾസ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ ഫസ്റ്റ് കേസ് മാത്രം നോക്കിയാൽ മതി സർക്യൂട്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു ബാറ്ററി റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ദെൻ ഒരു ട്രാൻസിസ്റ്റർ ക്യൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തൈറിസ്റ്റർ 1 ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എങ്ങനെ പോകും? ബാറ്ററിയിൽ നിന്ന് സപ്ലൈ പ്ലസ് VDC-യിലേക്ക് കൂടി വന്നിട്ട് T1 കൂടെ വന്ന് R കൂടെ വന്നിട്ട് ബാറ്ററിനെ നെഗറ്റീവിലേക്ക് വരും. ബാറ്ററി അല്ല നമ്മുടെ DC സപ്ലൈ നെഗറ്റീവിലേക്ക് വരും. അപ്പം അങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാണ്. ദെൻ ഇനി എപ്പോഴാണോ നമുക്ക് തൈറിസ്റ്ററിനെ ഓഫ് ചെയ്യേണ്ടത് ആ സമയത്ത് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഒരു പൾസ് കൊടുക്കുക. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാറ്ററിന്റെ എക്സ്റ്റേണൽ വോൾട്ടേജ് ഇല്ലേ V, അതിന്റെ പ്ലസ് നമ്മുടെ തൈറിസ്റ്ററിന്റെ കാഥോഡിലേക്കും നെഗറ്റീവ് ഇതിന്റെ എന്തായിരിക്കും ആനോഡിലേക്കും വരും അല്ലേ? അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന എക്സ്റ്റേണൽ പൾസ് ഇതിനെ ഓഫ് ചെയ്യും. ദിസ് ഈസ് വാട്ട്? ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ. അപ്പോൾ അതിന്റെ വർക്കിംഗ് ആണ് ഈ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. T1 ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി നമ്മളൊരു സപ്ലൈ യൂസ് ചെയ്യുക. ഓൺ ആയി കഴിഞ്ഞാൽ കറണ്ടിന്റെ പാത്തും അതിന്റെ ഓഫ് കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The last one is class F for line commutation. അപ്പോൾ ബാക്കി എല്ലാ കമ്മ്യൂട്ടേഷനിലും നമ്മൾ DC സപ്ലൈ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രം നമ്മൾ AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ AC-ന്റെ നേച്ചർ നമുക്കറിയാം, ഓട്ടോമാറ്റിക്കലി പ്ലസ് ആൻഡ് മൈനസ് ഹാഫ് സൈക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഇതിന്റെ പ്ലസ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, നമുക്ക് ഇതാണ്ടോ ഇവിടെ നമ്മളൊരു ഗേറ്റിലേക്ക് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ സപ്ലൈന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതിലേക്കൂടെ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? അപ്പോൾ ദിസ് ഈസ് ദ ലോഡ് കറന്റ്. ആ സമയത്ത് ഇതിന് അക്രോസ് എത്ര വോൾട്ട് ഉണ്ടാവും? ഒരു ഓൺ ആയി കിടക്കുന്ന തൈറിസ്റ്ററിന് അക്രോസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 0 വോൾട്ട് ആയിരിക്കും. ഇതൊരു ഷോർട്ട് പാത്ത് അല്ലേ? സോ 0 മാർക്ക് ചെയ്യാം. ഇനി ഓട്ടോമാറ്റിക്കലി ഇതിന് നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഇതിന് റിവേഴ്സ് ബയാസ് ചെയ്യും. അപ്പോൾ ഇത് ഓഫ് ആയി പോകും. ഉണ്ടോ? നെഗറ്റീവ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ SCR-ലേക്ക് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, ലോഡ് കറണ്ട് 0 ആണ്. ആ സമയത്ത് ഈ നെഗറ്റീവ് വോൾട്ടേജ് ഇതിന് അക്രോസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സപ്ലൈ അതുപോലെ ഇതിന് അക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ക്ലാസ് F കമ്മ്യൂട്ടേഷൻ ഓർ ലൈൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് നാച്ചുറലി ഓഫ് ആയി പോകുന്നത് കൊണ്ട് ഇതിനെ എന്ത് പറയും? നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ദിസ് ഈസ് ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. ഇതിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് എന്ന് വെച്ചാൽ ഇൻഡക്ടർ, കപ്പാസിറ്റർ അതുപോലെയുള്ള ഒരു കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ സോ ഇറ്റ് ഈസ് നോൺ ആസ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റിംഗ് സപ്ലൈക്കാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് റെക്ടിഫയേഴ്സിലും ഇൻവേർട്ടേഴ്സിലും. ഓക്കെ, എല്ലാ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സും വരുന്നത് നമ്മൾ SCR യൂസ് ചെയ്തിരിക്കുന്ന സർക്യൂട്ട്സ്. SCR യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് അല്ലേ? എന്തൊക്കെ? ഇൻവേർട്ടേഴ്സ്, ചോപ്പേഴ്സ്, സൈക്ലോ കൺവേർട്ടേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള ഡിഫറെന്റ് എന്താണ് പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഈ SCR-നെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണിത്. ക്ലാസ് A to class F commutations. Okay, well, these are the different types of commutations. So now we can stop the class. Okay, thank you.